നാവികസേന പിടികൂടിയ 35 സൊമാലിയൻ കടക്കൊള്ളക്കാരെ INS കൊൽക്കത്ത എന്ന കപ്പൽ മുംബൈയിലെത്തിച്ചു. MB റൂബൻ എന്ന ചരക്കപ്പൽ തട്ടിയെടുത്തവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സൊമാലിയൻ കടക്കൊള്ളക്കാർ. 35 കടൽക്കൊള്ളക്കാരെയും ഇപ്പോൾ മുംബൈയിൽ എത്തിച്ചിട്ടുണ്ട്. മസ്ഗാവ് ഡോക്യാർഡിൽ അവരെ എത്തിച്ചു. INS കൊൽക്കത്ത എന്ന യുദ്ധക്കപ്പൽ അവരെയും കൊണ്ട് ഇന്ന് രാവിലെ 5 മണിയോടെയാണ് മുംബൈയിൽ എത്തിയത്. ഇപ്പോൾ പോലീസിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ്. യെല്ലോ ഗേറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. കനത്ത സുരക്ഷ ഈ മേഖലയിലാകെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ പിടികൂടിയ INS കൊൽക്കത്ത എന്ന യുദ്ധക്കപ്പലും പശ്ചാത്തലത്തിൽ കാണാം. മറൈൻ കമാൻഡോസിനെയും കാണാം. അവരാണ് സാഹസികമായ ഏതാണ്ട് 40 മണിക്കൂറോളം നീണ്ടുനിന്ന സാഹസികമായ ദൗത്യത്തിനൊടുവിൽ ഇവരെ കീഴടക്കുന്നത്. അവരെ തിരികെ ഇവിടെ മുംബൈയിലേക്ക് എത്തുന്നു. ഇനിയിപ്പോൾ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന മെഡിക്കൽ ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. എമിഗ്രേഷൻ ഒരു അല്പം സമയം നീണ്ടുപോയി. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവരുടെ കയ്യിൽ പാസ്പോർട്ട് അടക്കമുള്ള യാതൊരു രേഖയും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഡിസംബർ 14 തീയതിയാണ് MV റൂവൻ എന്ന ബൾഗേറിയൻ കപ്പലിനെ കടൽ കൊള്ളക്കാർ പിടികൂടുന്നത്. കപ്പലിൻ്റെ പൂർണ്ണ നിയന്ത്രണം അവർ ഏറ്റെടുത്തു. പിന്നീട് കപ്പൽ മോചിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായെങ്കിലും ഇവരുടെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള ആക്രമണം ഉണ്ടായതോടെ അതൊന്നും ഫലം കണ്ടില്ല. പിന്നീടാണ് ഇന്ത്യൻ നാവികസേന തന്നെ രംഗത്തിറങ്ങുന്നത്. INS കൊൽക്കത്തയുണ്ടായിരുന്നു. C-17 ഗ്ലോബ് മാസ്റ്റർ ഹെലികോപ്റ്റർ രംഗത്തിറങ്ങി. INS സുഭദ്ര എന്ന പട്രോളിംഗ് വെസൽ രംഗത്തിറങ്ങി. ആളില്ല ഡ്രോണുകൾ പ്രയോഗിച്ചു. അങ്ങനെ ഇവരെ ആദ്യം ട്രാക്ക് ചെയ്തു. പിന്നീട് ഇവർക്ക് നേരെ ഇവരുടെ കറക്റ്റ് പൊസിഷനൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇവരുമായി ആശയവിനിമയം നടത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഡ്രോണുകൾക്ക് നേരെയും മറ്റ് ഇവർ വെടിയുതിർത്തു. മാത്രമല്ല INS കൊൽക്കത്തയ്ക്ക് നേരെ ഇവർ വെടിയുതിർത്തു. അതിനുശേഷം പിന്നീട് കൂടുതൽ ആക്രമണവുമായി കൂടുതൽ ശക്തമായി ഇന്ത്യൻ നാവികസേന തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെയാണ് 40 മണിക്കൂറോളം നീണ്ട ഓപ്പറേഷൻ. അതിൽ C-17 ഗ്ലോബ് മാസ്റ്ററിൽ മറൈൻ കമാൻഡോസിനെ ഈ കപ്പലിലേക്ക് എയർ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഇവരെ പിടികൂടുന്നത്. ഇവർക്ക് പിന്നീട് ഒരു ചെറുപ്പുനിൽപ്പ് ഉണ്ടായില്ല. കാരണം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗത്തു നിന്നുള്ള നാവികസേനയുടെ കരുത്ത് മനസ്സിലായത് കൊണ്ട് കൂടിയായിരിക്കും അവരുടെ ഭാഗത്തു നിന്ന് പിന്നീട് വലിയ ചെറുത്തുനിൽപ്പില്ലാതെ അവർ കീഴടങ്ങുകയും ചെയ്തു. ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഈ സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അഭിമാനകരമായ ഒരു നേട്ടമായി ഇതിനെ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും. പല ലോകരാജ്യങ്ങൾക്കും കഴിയാതെ പോയത് ഇന്ത്യൻ നാവികസേനയ്ക്ക് കഴിയുന്നു. 2011 കാലഘട്ടങ്ങളിലാണ് സൊമാലിയൻ തീരത്ത് ഇത്തരത്തിലുള്ള കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ വളരെയധികം കൂടിയത്. പിന്നീട് കുറേ മാസങ്ങൾ കുറഞ്ഞു വന്നു. പക്ഷേ സമീപകാലത്ത് അത് വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. അത്തരമൊരു സംഭവത്തിലാണ് ഇന്ത്യൻ നാവികസേനയുടെ ഇടപെടലോടുകൂടി തന്നെ ഒരു കപ്പൽ വീണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. നമ്മുടെ തീരത്ത് നിന്ന് ഏതാണ്ട് 2600 കിലോമീറ്ററിലധികം ദൂരത്താണ്, സൊമാലിയൻ തീരത്താണ് ഈ ഓപ്പറേഷൻ ഒക്കെ നടന്നത്. ഏതായാലും ചരക്ക് കപ്പൽ നേരത്തെ ഉദ്ദേശിച്ച പോലെ തന്നെ ഒമാനിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. കപ്പലിൻ്റെ ഉടമസ്ഥരുടെ അഭ്യർത്ഥന പ്രകാരം അവരെ ജീവനക്കാരും കപ്പലും ഒക്കെ പോയി. മാത്രമല്ല INS സുഭദ്ര പട്രോളിംഗ് വെസൽ അത് ആ കപ്പലിന് സുരക്ഷ കൂടി ഏർപ്പെടുത്തുന്നുണ്ട്. സുഭദ്ര കൂടി ഇതിനോടൊപ്പം ഈ ചരക്ക് കപ്പലിനോടൊപ്പം പോയിട്ടുണ്ട്. കാരണം ഇനിയൊരു തുടർ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് INS സുഭദ്രയെ കൂടി വിട്ടത്. നമുക്ക് കാണാം ഇപ്പോൾ ഓരോ കടൽ കൊള്ളക്കാരെയും പുറത്തേക്ക് കൊണ്ടുവരുന്നു. കറുത്ത തുണി കൊണ്ട് അവരുടെ തല മൂടിയിട്ടുണ്ട്. അവർക്ക് കൈവിലങ്ങ് അണിയിക്കുകയാണ് പോലീസ്. ഏതായാലും അവരെ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ വൈദ്യപരിശോധന അടക്കം കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായ ഒരു നിമിഷമാണ് മുംബൈയിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. വരുൺ ബി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഇന്ത്യൻ നേവിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷമാണ് ഇത്. കാരണം ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ എത്രയോ രാജ്യക്കാരെ ഉറക്കം കെടുത്തുകയാണ്. നമ്മുടെ ചില മലയാളികൾ പോലും പെട്ടുപോയിട്ടുണ്ട്. ഇവരെ മാസങ്ങളോളം തടവിൽ പാർപ്പിച്ച് പീഡിപ്പിച്ച കുറേ മലയാളികൾ ഇന്നും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. ഒരിക്കൽ അങ്ങനെ ഒരാൾ ഈ ഫ്ലവേഴ്സ് ഒരു കൂടിയിൽ വന്ന് ഇവരുടെ പീഡനങ്ങളുടെ കഥ അനാവരണം ചെയ്തപ്പോൾ നമ്മളൊക്കെ തകർന്നുപോയി. യാതൊരു സംസ്കാരവും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു ജനവിഭാഗമാണ് ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ.